മിനി, നിങ്ങളുടെ സമരം ആശമാരെ ഉപയോഗിച്ചുള്ള സമരം എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. അതൊരു പ്രത്യേകതരം കോമ്പിനേഷനാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDPയും BJPയും ഒക്കെ തന്നെ കൈകോർക്കുന്ന ഒരു പ്രത്യേകതരം മഴവിൽ സഖ്യം. ഈ പ്രയോഗത്തെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനത്തിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അദ്ദേഹം അത് പറയട്ടെ. സഖ്യം ഞങ്ങൾ കഴിഞ്ഞ ജനുവരി 25-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ വലിയൊരു മാർച്ച് നടത്തിക്കൊണ്ടാണ്, അതായത് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളൊരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. ആ മാർച്ചിൽ വെച്ചുകൊണ്ടാണ് ബജറ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം, ബജറ്റിൽ പരിഗണിക്കുന്നില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ അനിശ്ചിതകാല രാപ്പകൽ സമരം എന്ന് പ്രഖ്യാപിക്കുന്നത് അന്നാണ്. അപ്പോൾ ഇത് പൊടുന്നനെ ഉണ്ടായതല്ല. ഞങ്ങൾ ഈ സമരവുമായിട്ട് ഇറങ്ങുമ്പോൾ ഒരു സഖ്യവും ഉണ്ടായിരുന്നില്ല, അതിപ്പോഴുമില്ല. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന സങ്കുചിത കക്ഷി രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ഉള്ളൊരു സ്വതന്ത്ര സംഘടനയാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മറ്റേതെങ്കിലും ഒരു ട്രേഡ് യൂണിയനായിട്ട് നിലവിലിത് അഫിലിയേറ്റ് ചെയ്തിട്ടുമില്ല, തികച്ചും സ്വതന്ത്രമാണ്. പക്ഷേ ഇപ്പോൾ 40 ദിവസം പിന്നിടുമ്പോൾ വളരെ വിചിത്രമായ പേരുകളൊക്കെ പറയുന്നു. എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുമ്പോൾ സമരത്തെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മനുഷ്യസ്നേഹികളും ഇവിടേക്ക് വരുന്നുണ്ട്. അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കലാരംഗത്തുള്ള ആളുകൾ, വ്യക്തികൾ തുടങ്ങി വിദ്യാർത്ഥികൾ വരെ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് വരുന്നുണ്ട്. അവരൊക്കെ ചേർത്താണ് ഈ സഖ്യമെന്ന് പറയുന്നതെങ്കിൽ കൊള്ളാം, നല്ല പദപ്രയോഗമാണ്, ഇരുന്നോട്ടെ. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അല്ല, BMS ആണ് യഥാർത്ഥത്തിൽ വേഷം മാറി SUC ആയി വരുന്നത്, BMS തന്നെയാണ് SUC ആയി വരുന്നത് എന്നൊരു വിമർശനം കൂടി നിങ്ങൾക്കെതിരെയുണ്ട്. ഈ സമരത്തിൽ BMS ഭാഗമാണോ മിനി? ഞങ്ങളിവിടെ കണ്ടിട്ടില്ല അങ്ങനെ ആരെയും തന്നെ. അറിയില്ല എന്താണ് ഇവരാരെയാണ് അങ്ങനെ ഒരു വേഷം കെട്ടി വിട്ടിരിക്കുന്നതെന്ന് അറിയില്ല. ഞങ്ങൾക്ക് വേഷം മാറേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വളരെ ഞങ്ങൾ ഈ 40 ദിവസം ഈ സ്ത്രീകൾ തെരുവിലിരിക്കുന്നത് ഞാൻ ചോദിക്കുകയാണ്, ഇവർക്ക് ആർക്കും പറ്റും അങ്ങനെ ഇരിക്കാൻ? നമ്മൾ എത്ര സമരങ്ങൾ കണ്ട സ്ഥലമാണ് ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. എത്ര ദിവസം ഇരിക്കും? 3ൻ്റെ അന്ന് എന്തെങ്കിലും ഒരു ന്യായം കണ്ടെത്തി തടി തപ്പിപ്പോകുന്ന ആളുകൾ എന്തിനാ? CI2 ഇവിടെ DHSൻ്റെ മുന്നിൽ 2 ദിവസം സമരം നടത്തി, ഫെബ്രുവരി 6, 7. രണ്ടാമത്തെ ദിവസം എന്താ പറഞ്ഞത്? അപ്പോൾ അന്ന് ചർച്ചയ്ക്ക് വിളിക്കാൻ പറ്റും. രണ്ടാമത്തെ ദിവസം അവർ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഒരു OTPയുടെ ഒരു എന്താണ് ഫീൽഡിൽ പ്രവർത്തനം നടത്തുമ്പോൾ ഒരു OTP ആവശ്യമുണ്ട്, ശൈലി ആപ്പ് ചെയ്യുമ്പോൾ ഒരു OTP ആവശ്യമുണ്ട്. അത് നേടിക്കഴിഞ്ഞു, അത് ഒഴിവാക്കി കൊടുത്തു എന്ന് പറഞ്ഞ് പോയ ആളുകളല്ലേ? ചോദിച്ചു നോക്കുക ആശാവർക്കർമാരോട്. ഇപ്പോഴും ആ സർവേ നടത്തണമെങ്കിൽ OTP ആവശ്യമാണ്. അപ്പോൾ എന്ത് പറഞ്ഞിട്ട് ഇവർ പോയത്? അപ്പോൾ ഇവർ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇവർ ചില സമരങ്ങളെന്ന പേരിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് കണ്ണിൽ പൊടിയിട്ട് അവർ തിരിച്ചു പോകുന്നു. പക്ഷെ അങ്ങനെ വന്ന ആളുകളല്ല ഇപ്പോൾ ഈ 40 ദിവസമായി ഈ തെരുവിലിരിക്കുന്നത്. വളരെ കൃത്യമായ ബോധ്യപ്പെടലുണ്ട്, കൃത്യമായ ഡിമാൻഡുണ്ട്, വളരെ ഇച്ഛാശക്തിയോടുകൂടിയാണ്. നിങ്ങൾ നോക്കൂ, സമരപ്പന്തലിലേക്ക് ധാരാളം ജീവിത പ്രാരാബ്ദങ്ങളുള്ള സ്ത്രീകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് ഈ സ്ത്രീകളെ നോക്കി, ഇത്രയും ധൈര്യശാലികളായ സ്ത്രീകൾ, ഇച്ഛാശക്തിയുള്ള സ്ത്രീകൾ, സ്ഥിരബോധമുള്ള സ്ത്രീകൾ, അങ്ങനെ പറയേണ്ടി വരും. കാരണം മാറ്റി മാറ്റി പറയുന്ന സ്ത്രീകളല്ല. അങ്ങനെയുള്ള ആളുകൾ, ഫീൽഡ് പ്രവർത്തനത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇവിടെ വന്ന ആശാ വർക്കർമാർ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ നോക്കി പരിഹസിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, സ്ത്രീകളെ അപമാനിച്ചു. ഞങ്ങൾ വനിതാ കമ്മീഷന് ഒരു പരാതി കൊടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞു സ്മൃതി. ഇന്നേ വരെ ഒരു ഫോൺ കോളിലൂടെ പോലും നമ്മുടെ പരാതി സ്വീകരിച്ച ശേഷം എന്തെങ്കിലും ഒരു അന്വേഷണം, ഒരു നടപടി ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഈ വനിതാ കമ്മീഷനെ ഇരുത്തിയിരിക്കുന്ന ആരാണ്? എന്തിനാണ് ഈ കമ്മീഷൻ? ഞങ്ങളെ ഇവിടെ കേന്ദ്രമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപി ഈ സമരപ്പന്തലിൽ വരികയും പെരുമഴയെ തോർക്കണം, രാത്രി 1 മണിക്ക് തുടങ്ങിയ മഴ, ആ മഴയെ പ്രതിരോധിക്കാൻ ഞങ്ങളൊരു ടാർപോളിൻ ഷീറ്റ് കയ്യിലെടുത്തപ്പോൾ പോലീസ് വന്ന് ബലപ്രയോഗത്തിലൂടെ അത് നിർബന്ധമായും അത് മാറ്റണം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പെരുമഴയത്ത് നിർത്തുകയുണ്ടായി. രാവിലെ 11:30 മണിക്ക്, ഓർക്കണം, രാത്രി 1 മണി മുതൽ 11:30 മണി വരെ സമയമുണ്ടായിരുന്നു. ഈ ഭരണ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ തണലിലുള്ള ഒരാളും ഞങ്ങൾ സന്ദർശിച്ചില്ല. 11:30 മണിക്ക് ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുമ്പോൾ ഒരു സംഘം സ്ത്രീകളും പെരുമഴയത്ത് നനഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് മഴക്കോട്ടുണ്ടോ, കുടയുണ്ടോ? ഞങ്ങളുടെ പരിമിതമായ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പോയി കുട വാങ്ങിക്കൊണ്ട് തന്നു. ഞങ്ങൾ ആര് കുട കൊണ്ട് തന്നൊരു സ്വീകരിക്കും? ഞങ്ങൾക്കെന്താ വിവേചനം? ഞങ്ങൾക്കങ്ങനെ വിവേചനമില്ല. അദ്ദേഹം വന്നതൊരു കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരു മനുഷ്യസ്നേഹിയായിട്ട് ഇവിടെ വന്നു. അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്. നമ്മുടെ സ്ത്രീകൾ വളരെ സന്തോഷം പ്രകടിപ്പിച്ചു. എന്താണ് അതിന് കുഴപ്പം? അപ്പോൾ സമരക്കാർക്ക് കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കുന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? മുതിർന്ന അവരുടെ നേതാവെന്ന് പറഞ്ഞ് അവർ കൊണ്ടു നടക്കുന്ന ആൾ പറയുന്നു. എന്നെ സംബന്ധിച്ച് അങ്ങനെ തോന്നില്ല, കാരണം അങ്ങനെ അദ്ദേഹം പറയില്ല. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നു, കുടയുടെ കൂടെ എന്ത് തന്നു? എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ അശ്ലീല പരാമർശം, അതിനു മുമ്പ് നടത്തിയ എല്ലാ പരിഹാസങ്ങളെയും ആക്ഷേപങ്ങളെയും ഞങ്ങൾ പുച്ഛിച്ചു തള്ളി. പക്ഷേ ഇത് കേരളത്തിലെ സ്ത്രീകളെ മുഴുവൻ അപമാനിച്ചു എന്നുള്ളതുകൊണ്ട്
ഞങ്ങളുടെ സമരപ്പന്തലുണ്ടായിരുന്ന മുഴുവൻ ആശാവർക്കർമാർ പറഞ്ഞു ഇത് വെറുതെ വിടരുത്, പരാതിയായി പോകണം. അതുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തു വനിതാ കമ്മീഷന്. എന്ത് ഫലമുണ്ടായി? ഇന്നേ വരെ, ഈ നിമിഷം വരെ ഉണ്ടായില്ല. നമ്മൾ കാണുകയല്ലേ, ഞങ്ങളുടെയും കൂടെ നികുതിപ്പണം കൊണ്ടല്ലേ വനിതാ കമ്മീഷൻ ഇരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു കമ്മീഷൻ? അപ്പോൾ ഇതാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ, നിർദ്ദേശങ്ങൾ. ഞങ്ങൾ എങ്ങനെയാണ് ഈ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങേണ്ടുന്നത്? മിനി, സർക്കാരിന്റെ ആത്മാർത്ഥതയെ സംശയിക്കരുത്. ജെ പി നഡ്ഡയെ കാണാൻ ആരോഗ്യമന്ത്രി പോയതിനെ കുറിച്ച് മന്ത്രി വിശദീകരിച്ചല്ലോ. അപ്പോൾ ഫേസ്ബുക്കിലൂടെ എന്നാണ് ഈ ആവശ്യം ഉന്നയിച്ചത്, നിവേദനം നൽകിയത്, കാണാൻ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ നിവേദനം നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആരോഗ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ നൽകിയിരിക്കുന്നത്, വിവരം നൽകിയിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ആളുകൾ ഒരു ആവലാതിയായിട്ട് വരുമ്പോൾ അത് പരിഹരിക്കുവാൻ ഒരു നടപടി എടുക്കാതിരിക്കുകയും എന്നിട്ട് കേന്ദ്രത്തിൽ ചെന്ന് നടപടി എടുക്കുന്ന എന്താണ്? കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് അഭ്യർത്ഥിക്കാനാണോ? എനിക്ക് സംശയമുണ്ട്. കാരണം NHM ഡയറക്ടർ 2 തവണ ചർച്ചയ്ക്ക് വിളിച്ചു. 2 തവണയും പറഞ്ഞ് നിങ്ങൾ സമരം അവസാനിപ്പിച്ച് പോകണം. ആരോഗ്യമന്ത്രി 2 തവണ ചർച്ചയ്ക്ക് വിളിച്ചു. 2 തവണയും പറഞ്ഞ് നിങ്ങൾ സമരത്തിൽ നിന്ന് പിരിഞ്ഞു പോകണം. ഇത് പറയാനാണോ ഇനി കേന്ദ്രത്തിൽ പോയത്? എനിക്കറിയില്ല. എന്താണെങ്കിലും ശരി തന്നെ, കേന്ദ്രത്തിൽ പോകുന്നതും പണം വാങ്ങുന്നതും ഞങ്ങളുടെ അജണ്ടയല്ല. പണിയെടുക്കുന്ന ആളുകൾ പോയി കൂലി വാങ്ങേണ്ടത് എവിടെ നിന്നാണ്? ആരാണോ നിയമിച്ചത്? ഈ ആശാവർക്കർമാരെ നിയമിച്ചിരിക്കുന്നത് ഈ സംസ്ഥാനത്തിന് കീഴിലുള്ള സംവിധാനമാണ്. അല്ലാതെ കേന്ദ്രത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ വന്ന് ഇവിടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്ത് കണ്ടെത്തിയതല്ല. പക്ഷേ ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് പറയുന്നത്. മിനി, കേന്ദ്രത്തിനോട് നിങ്ങൾക്ക് ഒരു പരാതിയുമില്ലേ എന്ന ചോദ്യമുണ്ട്. അതിനകത്ത് തർക്കമില്ല. പക്ഷേ ഞങ്ങൾ ആവർത്തിച്ച് പറയല്ലേ, ഞങ്ങൾക്ക് പരാതിയുണ്ട്, വിമർശനമുണ്ട്. ഞങ്ങളുടെ മുന്നിലേക്ക് പിന്തുണയുമായി വന്ന കേന്ദ്ര നേതാക്കളോട്, കേന്ദ്രമന്ത്രിയോട് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കേന്ദ്രമന്ത്രി അവിടെ പോയി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് സംസാരിക്കുകയും അദ്ദേഹം എന്താ പറഞ്ഞത്? ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം എന്നൊരു വാക്ക് പറഞ്ഞു. ഞങ്ങൾ അടുത്തവണ അദ്ദേഹം സന്ദർശനം പറഞ്ഞു. കേന്ദ്ര ആരോഗ്യമന്ത്രി നമ്മുടെ കേരളത്തിലെ കേന്ദ്രമന്ത്രി വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ വാക്കുകൾ മാത്രം പോരാ, ഞങ്ങൾക്ക് ഉത്തരവ് വേണം. ഞങ്ങൾ പറഞ്ഞല്ലോ. ഇനി ഇതിലപ്പുറം ചെയ്യണം. ആശാവർക്കർമാർ ഇവിടെ നിന്ന് ഡൽഹി പോകണോ? പോയി JP നദ്ദയെ കാണണോ? അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. ഞങ്ങൾക്ക് ഈ തലസ്ഥാനത്ത് വന്നിരിക്കാൻ തന്നെ എത്ര പാടുപെടുന്നുണ്ടെന്നറിയാമോ? എല്ലാ വീട്ടിലും ആളുകൾ കയറി ഇറങ്ങുക, CI2 നേതാക്കന്മാർ കയറി ഇറങ്ങി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആളെ എടുക്കുമെന്ന് പറയുകയാണ്. ഈ തുച്ഛം വേതനം, വല്ലപ്പോഴും കിട്ടുന്ന തുച്ഛം വേതനം വാങ്ങുന്ന സ്ത്രീകളുടെ പണി കളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വരാതിരിക്കാൻ ഈ പാർട്ടി സംവിധാനം ഒന്നടങ്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എവിടെ പോകണമെന്നോ, ഡൽഹി പോകണമെന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്, ഇത് സംസ്ഥാന സർക്കാരിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓണറേറിയം എല്ലാ സംസ്ഥാനങ്ങളിലും അത് നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. റിട്ടയർമെൻറ്റ് ആനുകൂല്യം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. അവരുടെ മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളും ചെയ്യേണ്ടുന്നത് സംസ്ഥാന സർക്കാരിന്. ഞങ്ങൾക്കൊരു അവ്യക്തതയുമില്ല. ഈ അവ്യക്തത ഇല്ലാത്ത ഇത്രയും അധികം സ്ത്രീകളെ കണ്ട് വിറളി പൂണ്ടിട്ടായിരിക്കണം ഇതുപോലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത്. അതല്ലെങ്കിൽ അങ്ങനെയാകാൻ തരമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.